അടുത്ത സെറ്റ് ഓഫ് ലവ് ഹാൻഡിൽസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു മാറ്റ് എടുത്ത് ഇതേപോലെ ഇടുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തറയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. യോഗ മാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. അപ്പം നമ്മൾ ഇതേപോലെ നേരെ നിന്നിട്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുക, താഴത്തേക്ക് ഇങ്ങനെ പോവുക, ഈ ഒരു മോഷനിൽ പോവുക. നമ്മുടെ ഫുൾ ബോഡി അത് ടാർഗറ്റ് ചെയ്യും. സ്പെഷ്യലി ലവ് ഹാൻഡിൽസും വേസ്റ്റ് ഏരിയയും നല്ല രീതിക്ക് വർക്കൗട്ട് ആകും. അപ്പോൾ ഇതൊരു മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചെയ്യാം. മിനിമം ഒരു 10 ചെയ്യുക. ഓക്കെ, ഇത് നല്ല വർക്കൗട്ടാണ്. അടുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് കുനിഞ്ഞ് നിൽക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് ലെഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലേ, എവിടെയാണ് നമ്മുടെ പ്രഷർ അടിക്കുന്നത്, എവിടെയാണ് പ്രഷർ ഏൽക്കുന്നത്? ലവ് ഹാൻഡിൽസിലും വേസ്റ്റിലുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മുടെ വയറ് ചെറുതായിട്ട് ചൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു 10, 20, 30 ഞാൻ കുറേ വട്ടം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഒരു ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് ഇത്ര സെറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ എണീറ്റ് നിന്ന് കഴിയുമ്പോൾ തന്നെ ചെറിയ ഡിഫറൻസ് അത് നമ്മൾക്ക് തോന്നുന്നതാകാം. പക്ഷേ പതുക്കെ പതുക്കെ അത് നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ടാക്കി തരും, ഉറപ്പാണേ. അത് തന്നെ നമുക്ക് ഇങ്ങനെ ഹിമാലയത്തിലൊക്കെ നമ്മൾ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുമല്ലോ, അതുപോലെ വേണമെങ്കിൽ ഈ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെ നമ്മൾ വലിയ ഏതോ മല കയറുന്ന പോലെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പൊസിഷനൊന്നും മാറണ്ട. മറ്റേത് പൊസിഷൻ മാറിയിട്ടുള്ളതായിരുന്നു. ഇതിപ്പം അതിനേക്കാൾ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചാടാം. ഈ തവളച്ചാട്ടം പോലെ, തവളച്ചാട്ടം അല്ല, ഇതെന്തോ ഒരു ചാട്ടമാണ്. പക്ഷേ തമന ഭട്ടിയ ഒക്കെ ചെയ്യുന്നത് ഇങ്ങനത്തെ വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ടാർഗറ്റ് ചെയ്യുന്നത് ഈ സൈഡ് മസിൽസാണ്. മനസ്സിലായോ? നമ്മുടെ ലവ് ഹാൻഡിൽസ് അല്ലെങ്കിൽ സൈഡ് ഫാറ്റിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇതൊന്നും ഞാൻ ആരോടും ചെയ്യാൻ പറയത്തില്ല. ഇത് ചെയ്താലേ വണ്ണം കുറയത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്താൽ തന്നെ കുറയും. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഞാനെല്ലാം വീഡിയോസിൽ ഫോക്കസ് ചെയ്യുന്നത് ലവ് ഹാൻഡിൽസിനെയാണ്. അപ്പം നമ്മുടെ രാജാവ് വന്നിട്ടുണ്ട്. നമ്മുടെ ലവ് ഹാൻഡിൽസിൻ്റെ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്ന വർക്കൗട്ടാണ് ഇതും, പിന്നെ നമ്മുടെ സൈഡ് ക്രഞ്ചസും. അപ്പോൾ ഇത് രണ്ടും തന്നെ ചെയ്താലാണ് നമുക്ക് ഇഫക്റ്റ് കിട്ടും. വിഷയമൊന്നുമില്ല, ഇത് എത്ര നേരം വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മുടെ സ്പൈൻസിന് ഇഞ്ചുറി വരാത്ത രീതിയിൽ ഭയങ്കര ഒരു നല്ല ഒരു പോസൊക്കെ എടുത്ത് ഒരു പേസ് കൺട്രോൾ ചെയ്ത് ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൈ രണ്ടും അങ്ങനെ വെച്ചിട്ട് ചെസ്റ്റ് ഏരിയ മാത്രമായിട്ട് അങ്ങനെ ഒന്ന് പൊക്കാം. അങ്ങനെ പൊക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് ഏരിയ ഇത്തിരി കുറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാലിൽ വന്ന് ടച്ച് ചെയ്യാം. അപ്പോഴും നമ്മുടെ വേസ്റ്റ് മുതൽ ബ്രസ്റ്റിൻ്റെ താഴത്തോട്ട് മുതൽ നമ്മുടെ ലവ് ഹാൻഡിൽസിൻ്റെ അവിടം വരെ വർക്കൗട്ട് ആകുന്നുണ്ട്. നമ്മുടെ കോറ് നല്ലപോലെ സ്ട്രെങ്തൻ ആകും. പിന്നെ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുകയും താക്കുകയും ചെയ്യുമ്പോൾ പ്രഷർ വരുന്നത് നമ്മുടെ ആ ഒരു മിഡിൽ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ പോലും നല്ലതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതാണ് മെയിൻ. ഇത് സൂപ്പറാണ്. നമ്മുടെ ലവ് ഹാൻഡിൽസും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വേദന എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് പൊങ്ങുക. എൻ്റെ ഫ്ലോറും ബാക്കുമായിട്ട് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, പൊക്കി നിർത്തുന്നുണ്ട്. എത്ര നേരം നിർത്താം അത്ര നേരം നിർത്താം. അതിനുശേഷം നമുക്ക് താഴത്ത് റിലാക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുക. പിന്നെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ കണ്ടോ. ഇതെല്ലാം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലവ് ഹാൻഡിൽസിനെയാണ്. ഫുൾ ലവ് ഹാൻഡിൽസാണ്. നമുക്ക് ആ ഷേപ്പ് അപ്പം തന്നെ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ വർക്കൗട്ട്സും മാക്സിമം നിങ്ങളുടെ ഇഷ്ടത്രയും മിനിമം 10 വട്ടം ചെയ്യുക. അത് സൂപ്പറാണ്, ഇഫക്റ്റീവാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒരു ബേൺ ഫീൽ ചെയ്യും. അതിൻ്റെ തന്നെ വേരിയേഷൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ പൊങ്ങി നിൽക്കാം, വേദന എടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കാം. ഞാനിങ്ങനെ പൊങ്ങി നിൽക്കാറുണ്ട് കേട്ടോ. അതുപോലും ആ പോസ് പോലും ഭയങ്കര ഇഫക്റ്റീവാണ്. സൈഡിലോട്ട് കൊണ്ടുവരിക, ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ കൊണ്ടുവരിക. പിന്നെ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സൈഡും ഫ്രണ്ടും അത് മതി, അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം. എന്നിട്ട് പൊങ്ങി നിൽക്കുക. അടുത്തത് ഇതേപോലെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ആ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പം വയറിൽ കൂടെ ഞാൻ വയറ് നല്ലപോലെ വാക്യൂം പോലെ വലിച്ച് ഉള്ളിലേക്കാക്കുന്നുണ്ട് കേട്ടോ. ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഉള്ളിലേക്കാക്കുന്നുണ്ട്. അപ്പോൾ വയറിങ്ങനെ ചുരുങ്ങി അകത്തേക്ക് പോകും. ഓക്കെ, എന്നിട്ട് റിലീസ് ചെയ്യും, പിന്നെയും അകത്തോട്ടെടുക്കും.
അപ്പോൾ തന്നെ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും.